ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ നമ്മുടെ അനുമോളും അനീഷും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോഴും അനീഷ് പറയുന്നുണ്ട്, അനുമോള് പോകുന്നതിന് മുൻപ് എല്ലാവരുടെ അടുത്തും പഴയതുപോലെ നന്നായി തന്നെ നിൽക്കുന്നത് കാണണം എന്നാണ് അനീഷ് പറയുന്നത്. ആ സമയം അനുമോള് പറയുന്നുണ്ട്, ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പലതിനെയും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിന്നെ ഇവിടെ നെവിന്റെ അടുത്തൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. അതിനുശേഷം അവിടത്തേക്ക് അക്ബർ വരുന്നുണ്ട്. അക്ബറിന്റെ അടുത്തൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അനുമോള് സംസാരിക്കുന്നത്. അന്നേരം അക്ബർ ചോദിക്കുന്നുണ്ട്, നിനക്ക് ആ ഒരു ബസ്സിലെ ഉദാഹരണമായി പറഞ്ഞതിൽ നിനക്ക് കുറ്റബോധമൊന്നും തോന്നിയിട്ടില്ല? അപ്പോഴും അനു പറയുന്നുണ്ട്, തോന്നിയിരുന്നു, പക്ഷെ ആ ഒരു സമയത്ത് ദേഷ്യത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. അതിപ്പോഴും ആര് വന്നാലും ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോകും, അല്ലാതെ മറ്റൊന്നും വിചാരിച്ചിട്ടല്ല അങ്ങനെ പറഞ്ഞതെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. ആ സമയം നെവിനും വന്ന് കുറെ നേരം സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഫേക്ക് ആയിട്ടല്ല നിൽക്കുന്നത്, ഞാൻ റിയൽ ആയിട്ടാണെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. അപ്പോഴേ അനുമോള് പറയുന്നുണ്ട്, എനിക്ക് തോന്നി നീ ഇവിടെ കാണിച്ച ദേഷ്യമൊക്കെ അത് റിയൽ ആയിട്ടാന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോഴേ അതൊക്കെ ഓക്കെ, നമ്മൾ ഇനി പുറത്തിറങ്ങിയാലും കാണേണ്ടതല്ലേ എന്നൊക്കെ അനുമോളും അതുപോലെ അക്ബറൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേ നെവിൻ പറയുന്നുണ്ട്, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയാല് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കായിട്ട് ഞാൻ ഹൗസ് ബോട്ടിൽ വെച്ച് വലിയൊരു പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോ നമ്മുടെ ഫിനാലയോടൊക്കെ അടുത്തോണ്ട് ഇരിക്കുവാണല്ലോ, ആ സമയത്ത് ഇവരൊക്കെ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു തീർത്ത് വളരെ നല്ല രീതിയിൽ സ്വരച്ചേർച്ചയിലൊക്കെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത്.